ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ട് പ്രൗൺസ് വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്, എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 300 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസിലുള്ള ചെമ്മീനാണ്. നിങ്ങൾക്ക് വലിയ ചെമ്മീൻ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത് കഴുകി എടുത്തിട്ട് നല്ല വൃത്തിയാക്കി ഇതിൻ്റെ അകത്തുള്ള ഒരു കറുത്ത പാർട്ടൊക്കെ ഇല്ല അതൊക്കെ എടുത്ത് വെള്ളമൊക്കെ കഴുകിയെടുത്ത ശേഷം വെള്ളമൊക്കെ വാർന്നെടുത്തിട്ടുള്ള ചെമ്മീനാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ചെമ്മീൻ വാല് ഒക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വിനീഗറും 1/2 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് എടുത്തിട്ട് നമ്മളിത് കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനുണ്ട്. ഒരു അരമണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിലാണ് കേട്ടോ ഇത് വെക്കുന്നത്. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. 15 മിനിറ്റ് എന്തായാലും വെക്കാം, പുറത്ത് തന്നെ വെച്ചാൽ മതി. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ വെക്കുന്നതുകൊണ്ട് ഏറ്റവും നല്ലത് തന്നെയാണ്. സമയം ഉണ്ടെങ്കിൽ വെക്കുക കൂടുതൽ 1 മണിക്കൂറൊക്കെ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കൊരു കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. ഞാനൊരു ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ 1/4 കപ്പ് എടുത്താൽ മതി. അപ്പോൾ പിന്നെ അങ്ങനെ കുറേ ബാലൻസ് വരില്ല. പിന്നെ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ഓനിയൻ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമ്മൾ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മിക്സിലോട്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയും മതി. എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് 2 മുട്ടയാണ് കേട്ടോ. ഈ ഒരളവിൽ വേണ്ട ചെറിയ 2 മുട്ട നോക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരിച്ചിരി കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ സാധാരണ ബ്രെഡ് ക്രംസും മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്യുന്ന ആ ഒരു രീതി തന്നെയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ അരമണിക്കൂറൊക്കെ ആകുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഇനി നമുക്ക് ചെമ്മീനൊന്ന് കോട്ടിങ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ചെമ്മീനൊന്ന് കോട്ടിങ് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ മൈദ മിക്സിലൊന്ന് കോട്ടിങ് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് ചെമ്മീൻ വേണമെങ്കിൽ ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ. വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന എന്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ചുരുണ്ട് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുത്തി കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നില്ല, എളുപ്പത്തിന് വേണ്ടിയിട്ട് മൊത്തത്തിൽ കോട്ടിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ചെമ്മീനാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ എനിക്ക് തോന്നിയത് ഈ ഒരു ചെറിയ ചെമ്മീൻ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്, വലിയ ചെമ്മീനിനേക്കാളും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് ചെമ്മീൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇതിൽ ഈ ഒരു മൈദ മിക്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ചെമ്മീനിലോട്ടും നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്നുണ്ട് ഈ ഒരു മാവ്, ഈ ഒരു ഫ്ലോർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത്. നിങ്ങൾക്ക് ഓരോന്നായിട്ട് വേണമെങ്കിലും കോട്ടിങ് ചെയ്തെടുക്കാം നന്നായിട്ട്. നമ്മൾ സാധാ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചിക്കൻ ബ്രോസ്റ്റഡൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ കോട്ടിങ് ചെയ്തെടുക്കുന്നില്ലേ, ആ ഒരു രീതി തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ ചെറിയ ചെമ്മീനല്ല, അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ചെയ്യുമ്പോൾ കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ കുറേശ്ശെ ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കോട്ടിങ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് മൊത്തത്തിൽ കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മൈദ ഇതിൽ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ 1/4 കപ്പ് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം പാകത്തിനായിക്കോളും. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ഞാനിത് ഹോം മെയ്ഡായിട്ട് തന്നെ ചെയ്തെടുത്ത ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ട. അപ്പോൾ ഇനി നമ്മൾ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ടിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ
എല്ലാ ഇതും ചെയ്യുന്ന പോലെ. അപ്പോൾ ഇങ്ങനെയുള്ള സ്നാക്കൊക്കെ ഞാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, ആദ്യം മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു ക്രംസിൽ ഇട്ട് കൊടുക്കും കുറച്ചധികം. എന്നിട്ട് കൈയൊക്കെ കഴുകി ഒന്ന് തുടച്ചിട്ടാണ് നന്നായിട്ട് കോട്ടിങ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഈ ഒരു ബ്രെഡ് ക്രംസ് സ്പോയിലാവാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ നന്നായിട്ട് നമുക്ക് കോട്ടിങ് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നനഞ്ഞ കൈ കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത്ര ഇതായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുക്കുക. കോട്ടിങ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ക്രംസൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിലൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മൊത്തത്തിൽ എണ്ണയിലോട്ടൊക്കെ ഈ ഒരു ഇതിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ വീഴാറുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. ഇങ്ങനത്തെ സ്നാക്ക് ഏത് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് മൊത്തത്തിൽ ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് പിന്നീട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ നല്ല ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ ആദ്യം ഫസ്റ്റ് ടൈം ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ എണ്ണക്ക് നല്ലോണം ഓവർ ചൂടാണ് എന്നുണ്ടെങ്കിൽ എണ്ണയുടെ പാകം ചൂടിൻ്റെ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇട്ടപാടെ മുകൾ പാകം പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും, പക്ഷേ ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ചൂടൊക്കെ ഒന്ന് കറക്റ്റാക്കി ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. മറ്റേ സൈഡും കൂടെ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് മാറ്റാം. തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ആദ്യം ഞാൻ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ബാക്കിയുള്ളത് പിന്നീട് ഒരു 2 പ്രാവശ്യം ഫ്രൈ ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. നമ്മൾ ഉണ്ടാക്കി 300 ഗ്രാം നമുക്ക് ചെയ്ത് വെക്കുമ്പോൾ 2 പ്രാവശ്യം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഫ്രോസൺ ആക്കി വേണമെങ്കിലും വെക്കാം കേട്ടോ. ഫ്രോസൺ ആക്കി വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 1 മാസം കൂടുതലൊക്കെ നമുക്ക് ഫ്രീസറിൽ വെക്കാം. പിന്നെ പെട്ടെന്ന് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് എടുത്ത് ഫ്രൈ എടുക്കാനൊക്കെ എളുപ്പമല്ലേ. അപ്പോൾ ഫ്രോസണാക്കി വെക്കുന്ന വീഡിയോ ഞാൻ ഒരുപാട് മുമ്പ് കാണിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. ആ ഒരു രീതിയിൽ തന്നെ ഇതും ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല 2 സൈഡും നല്ല ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം നല്ലോണം കുറക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിപ്പോൾ ഓവറായിട്ട് ഫ്രൈ ആയി വരും. അപ്പോൾ ഇനി നമുക്കിത് മാറ്റാം. അപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് ചെയ്തെടുക്കുമ്പോൾ കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട ഒരു പ്രൗൺസ് വെച്ചിട്ട് ചെമ്മീൻ വെച്ചിട്ടുള്ളൊരു ഷ്രിമ്പാണിത്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ കമൻസിലൂടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്